ദൈവത്തിനു മഹത്വം. ക്രിസ്തുവിൽ ഏവർക്കും ഒരിക്കൽ കൂടെ വന്ദനത്തെ അറിയിക്കുന്നു. 1 കൊരിന്ത്യ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഭാഗം ഇപ്രകാരമാണ്: മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കിയത്രേ ചെയ്യുന്നത്. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ്, പുതിയ നിയമത്തിൽ ഈടുറ്റ 14 ലേഖനങ്ങൾ കാഴ്ചവെച്ച പൗലോസ്, തനിക്ക് പറയുവാനുള്ളതാണ്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം താൻ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് തൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു എന്നാണ്. ഒരിക്കലും ഒരു ദൈവ പൈതലിന്റെ ശരീരം അവൻ അനുകൂലമായിരിക്കത്തില്ല. ആ ശരീരം എപ്പോഴും ലോകമയത്വമുള്ളതാണ്. മണ്ണിൽ നിന്നെടുത്തതായ ഈ ശരീരം അതിന് എപ്പോഴും മണ്ണിനോട് ഒരു വലിയ ആകർഷണമുള്ള ശരീരമാണ്. അത് പലതും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ അതിനെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്ന ഒരുവന് മാത്രമേ വിശ്വാസ ജീവിതം നയിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഒരു കുതിരയ്ക്ക് കടിഞ്ഞാണിട്ട് മൂക്ക് കയറിട്ട് അതിനെ നിയന്ത്രിക്കുന്നത് പോലെ, ആനയെ ചങ്ങലയിട്ട് നിയന്ത്രിച്ചുകൊണ്ട് നടക്കുന്നത് പോലെ, ഈ ശരീരം പലതും ആവശ്യപ്പെടുമ്പോൾ അതിനെ നിയന്ത്രിച്ചില്ല എങ്കിൽ നിശ്ചയമായിട്ടും ഈ ശരീരം ഒരുവനെ അബദ്ധത്തിൽ കൊണ്ട് ചാടിക്കും, ദുർമാർഗത്തിൽ കൊണ്ട് ചാടിക്കും. അവസാനം നിത്യനരകത്തിന് അവനെ ഓഹരിക്കാരനാക്കി മാറ്റും എന്ന് നമുക്ക് വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പൗലോസ് ഇപ്രകാരം പറയുവാനായിട്ട് ഇടയായി തീർന്നത്. അഥവാ കൊള്ളരുതാത്തവൻ ആയി പോകാതിരിക്കേണ്ടതിന് എന്നതിന്റെ അർത്ഥം നിരസിക്കപ്പെടാതിരിക്കേണ്ടതിന്, പരിശോധനയിൽ തോറ്റുപോകാതിരിക്കേണ്ടതിന്, പരിശോധനയിൽ തള്ളപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് എന്നൊക്കെയാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം. 2 കൊരിന്ത്യ ലേഖനം 13-ാം അധ്യായത്തിന്റെ 5-6 വാക്യത്തിൽ ആ പദം പിന്നെയും പൗലോസ് ഉച്ചരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കുവിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ, അവിടെയും പറയുകയാണ്, കൊള്ളരുതാത്തവരല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്നും നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? ഞങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് നിങ്ങൾ അറിയും എന്ന് ഞാൻ ആശിക്കുന്നു. അവിടെയും ആ പദം നമുക്ക് താൻ ആവർത്തിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിന്റെ അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ആ ഇസ്രായേൽ ജനത്തെ ദൈവം മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടുവന്നെങ്കിലും അവർക്ക് വാഗ്ദത്ത കനാൻ നാട്ടിൽ എത്തുവാൻ കഴിയാതെ പോയതിനെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. അങ്ങനെ ചില ബുദ്ധി ഉപദേശങ്ങള് വീണ്ടും പൗലോസ് ഈ 10-ാം അധ്യായത്തിൽ
പഴയ നിയമത്തിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം അവരെ നടത്തിക്കൊണ്ടുവന്നെങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിക്കാതെ പോയ അനുഭവങ്ങളാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, അവർക്ക് വാഗ്ദത്ത കനാൻ നാട്ടിൽ ചെല്ലുവാൻ ഇടയായി തീർന്നില്ല എങ്കിൽ പുതിയ നിയമത്തിൽ ഒരുപക്ഷെ വിശ്വാസ സ്നാനം സ്വീകരിച്ചിരിക്കാം, അല്ലെങ്കിൽ ആരാധനയിൽ കൂടി നടന്നു എന്ന് അഭിമാനിച്ചിരിക്കാം. എങ്കിൽ തന്നെയും യഥാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ വിശുദ്ധി കാത്ത് നിൽക്കാത്ത ഒരു വ്യക്തിക്ക് നിത്യതയിലെത്തുവാനായിട്ട് കഴിയുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ആ പഴയ നിയമ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അത് ദൃഷ്ടാന്തമായിട്ട് ഇവിടെയും ആവർത്തിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതെ, നാം ഒരു പുനരുത്ഥാനത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ തന്നെ എത്രത്തോളം ദൈവവചനത്തിന് അധിഷ്ഠിതമായി ജീവിക്കണം എന്ന് നാം മറന്നു പോകരുത്. നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ ജഡം നമുക്ക് അനുകൂലമല്ല. ഈ ലോകത്തിലെ തത്വസംഹിതകൾ നമുക്ക് ഒരിക്കലും അനുകൂലമല്ല. നാം ഭക്ഷിക്കുന്ന ഭക്ഷണം പോലും നമുക്ക് അനുകൂലമായതല്ല. കാരണം ഈ പാപഭംഗിലമായ ഏതേനിൽ ശാപമേറ്റ ഭൂമിയിൽ വിളയിക്കുന്ന ഭക്ഷണപാനീയങ്ങളാണ് നാം ഭക്ഷിക്കുന്നത്. ആയതുകൊണ്ട് പൂർണ്ണമായി ഈ ശരീരത്തെ പൗലോസ് പറയും പോലെ ദണ്ഡിപ്പിച്ച് അടിമയാക്കാത്ത ഒരു വ്യക്തിക്ക് നിത്യതയിലെത്തുവാനായിട്ട് കഴിയുകയില്ല എന്ന് നാം ഭയത്തോടെ ഓർത്തുകൊണ്ട്, അതേ വിശുദ്ധി കാത്ത് വിശ്വാസം കാത്ത് വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവതിൽ താമസമേറയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവതിൽ താമസമേറയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. യുദ്ധങ്ങൾ